നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീന ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ടീമിൽ എന്ത് മാറ്റം എന്ന ചോദ്യം ഇന്നലെ ലണൽ സ്കലോനിയോട് മാധ്യമങ്ങൾ ചോദിക്കേണ്ട, ഈ ടീമിൽ മാറ്റമുണ്ടാകുമോ? അപ്പോൾ അദ്ദേഹം പക്ഷേ അത് വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ചേഞ്ചുകൾ ഉണ്ടാവും എന്ന സൂചന അദ്ദേഹം തന്നു. ഇന്നയാളെ മാറ്റി ഇന്നയാളെ ഇറക്കും എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, പഴയകാല പെർഫോമൻസും പേരും നോക്കിയല്ല ഈ കളിക്ക് ടീമിനെ ഇറക്കുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. റോഡ്രിഗോ ഡിബോൾ ഈസ് ദി മോസ്റ്റ് ലൈക്ലി ടു ബി റീപ്ലേസ്ഡ്. വാവ്, ഡിബോളിനെ മാറ്റാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈജിപ്തിനെതിരെയുള്ള കളിക്ക് തന്നെ ആളെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മുഴുവൻ സമയം കളിപ്പിക്കാതെ പിൻവലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ കോച്ചിങ് സ്റ്റാഫ് ഹാപ്പിയല്ല. നിക്കോ ഗോൺസാലസ് ഓർ ഹുലിയാനോ സിമിയോണി അദ്ദേഹത്തിന് പകരം വരും എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഏതായാലും കോച്ച് അതിൽ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു, തീർച്ചയായിട്ടും നമ്മൾ ടീമിനെ ഇറക്കുന്നത് താരങ്ങളുടെ നിലവിലെ പെർഫോമൻസ് വെച്ചിട്ടാണ്. അല്ലാതെ ആർക്കും ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള സ്പോട്ടൊന്നും അർജൻറ്റീന ടീമിലില്ല. ഇപ്പോൾ എന്ത് തരത്തിലുള്ള പെർഫോമൻസ് കളിക്കളത്തിൽ നടത്തുന്നു എന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതായത് നാളെ കളിക്കാനിറങ്ങുന്ന അർജൻറ്റീന ടീം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് 11 ആയിരിക്കും. ദി ടീം ദാറ്റ് വിൽ ടേക്ക് ദി ഫീൽഡ് ടുമാറോ ഈസ് ദി വൺ ഐ ബിലീവ് ഈസ് ദി ബെസ്റ്റ്. ഞാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് വിശ്വസിക്കുന്ന ടീമിനെയാണ് കളിക്കളത്തിലേക്ക് വിടുക. ഒരു പ്ലെയറും ഇവിടെ അവരുടെ പാസ്റ്റ് കൊണ്ട് നിൽക്കില്ല. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ച് മാത്രമായിരിക്കും. നോ പ്ലെയർ പ്ലേസ് ബിക്കോസ് ഓഫ് വാട്ട് they have done in the past, but because of what they are doing now. തീർച്ചയായിട്ടും ചില ഐഡിയാസ് ഉണ്ട്, ഓപ്പണൻസിനെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചില ചേഞ്ചുകൾക്ക് സാധ്യതയുണ്ട്. അത് നമുക്ക് നാളെ കാണാം. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എൻ്റെ മനസ്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് മുമ്പൊക്കെ പറയുന്ന പോലെ നിങ്ങളോടിപ്പോൾ പറയുന്നില്ല. പ്ലെയേഴ്സിനോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. ഏതായാലും അവരായിരിക്കും ആദ്യം ആരൊക്കെയാണ് 11-ലുള്ളത് എന്ന് കേൾക്കാൻ പോകുന്നത്. ചില ചേഞ്ചുകളെക്കുറിച്ച്, എതിരാളികളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചുകളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ സ്ട്രെങ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു 11 ആയിരിക്കും ഇറക്കുക. യു വിൽ ഫൈൻഡ് ഔട്ട് ടുമാറോ എന്നാണ് കോച്ച് പറയുന്നത്. അതായത് ഇത് സ്കലോനിയുടെ സ്ഥിരം സംസാരമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നില്ല, ആദ്യമായിട്ട് ഞാൻ 11 ആരൊക്കെ കളിക്കുന്നുള്ളത് എൻ്റെ താരങ്ങളോടാണ് പറയുക എന്നൊക്കെയുള്ളതൊക്കെ. അത് കളിക്ക് മുമ്പുള്ള ടീം ടോക്കിൽ മാത്രമാണ് ആരൊക്കെ കളിക്കുമെന്നുള്ളത് അദ്ദേഹം പറയാറുള്ളത്. പക്ഷേ അപ്പോഴേക്കും TYC സ്പോർട്സും മറ്റു മാധ്യമങ്ങളും ഒക്കെ ട്രെയിനിങ്ങിലെയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് 11 എങ്ങനെയായിരിക്കും എന്ന് പുറത്ത് വിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് 11 ഇങ്ങനെയാവും. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ്, ഡിഫൻസിൽ മോളിനയ്ക്ക് പകരം മൊണ്ടിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് സ്ലൈറ്റ് ആയിട്ടുള്ളൊരു സാധ്യതയുള്ളൂ. ദെൻ ക്രിസ്ത്യൻ റൊമേറോ, ലിച്ചാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഒരു മാറ്റവുമില്ല. റോഡ്രിഗോ ഡിബോളിന് പകരം ഹുലിയാനോ സിമിയോണിയോ, നിക്കോ ഗോൺസാലസോ വരാൻ നല്ല സാധ്യതയുണ്ട്. മറ്റു താരങ്ങൾ ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മെക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, മുന്നേറ്റത്തിൽ ലിയോ മെസ്സിയും ഹുലിയൻ അൽവാരസും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.